ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 5-ാം അധ്യായമായ ഭാനദർശനത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 5-ാമത്തെ ശ്ലോകം: ഇന്ദ്രിയാണി മനോബുദ്ധി വിഷയാ പഞ്ചവായവ ഭാസ്യന്തേ യേന തദ് സൂക്ഷ്മ അസ്യ സൂക്ഷ്മാശ്രയത്വതാ. ഒന്നുകൂടി: ഇന്ദ്രിയാണി മനോബുദ്ധി വിഷയാ പഞ്ചവായവ ഭാസ്യന്തേ യേന തദ് സൂക്ഷ്മമസ്യ സൂക്ഷ്മാശ്രയത്വതാ. അന്വയം: യേന അസ്യ സൂക്ഷ്മാശ്രയത്വത ഇന്ദ്രിയാണി മനഃ ബുദ്ധി വിഷയാഃ പഞ്ചവായവ ഭാസ്യന്തേ തത് സൂക്ഷ്മ. സൂക്ഷ്മഭാനം എന്താണ് എന്ന് പറയുന്നു. യാതൊന്നിനാൽ അതിൻ്റെ സൂക്ഷ്മാശ്രയത്വം കൊണ്ട് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, വിഷയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ ഇവ പ്രകാശിപ്പിക്കുന്നുവോ, ഇവയുടെ ഉള്ളതായ അനുഭവം ഉണ്ടാകുന്നുവോ, അതിനെ സൂക്ഷ്മഭാനം എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത് സൂക്ഷ്മേന്ദ്രിയങ്ങളാണ്: കാഴ്ചശക്തി, കേൾവിശക്തി മുതലായവ. വിഷയങ്ങൾ എന്ന് പറഞ്ഞത് ഇന്ദ്രിയങ്ങളിലൂടെ പാഞ്ചഭൗതികമായ വസ്തുക്കളെ ഉണ്ടാക്കി കാണിക്കുന്ന ശബ്ദാദി തന്മാത്രകളാണ്. അതായത് ശ്രോത്രേന്ദ്രിയത്തിലൂടെ ശബ്ദങ്ങളെയും, നേത്രേന്ദ്രിയത്തിലൂടെ കാഴ്ചകളെയും, ഘ്രാണേന്ദ്രിയത്തിലൂടെ ഗന്ധങ്ങളെയും, രസനേന്ദ്രിയത്തിലൂടെ രസങ്ങളെയും, ത്വഗേന്ദ്രിയത്തിലൂടെ ശീതോഷ്ണാദി അവസ്ഥകളെയും സൃഷ്ടിച്ച് പ്രപഞ്ചാനുഭവത്തെ ഉണ്ടാക്കുന്നവയാണ് വിഷയങ്ങൾ. പഞ്ചവായുക്കൾ അഥവാ പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്നത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നിവയാണ്. ശരീരത്തിന് ഉള്ളിൽ നടക്കുന്ന വിവിധങ്ങളായ ആന്തരീയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തികളെ ഉദ്ദേശിച്ചാണ് പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം സൂക്ഷ്മങ്ങളാണ്. കാരണം ഇവയൊന്നും ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. മനസ്സ്, ബുദ്ധി മുതലായി ഈ പറയപ്പെട്ട ഒന്നിനെയും എക്സ്റേ ഉപയോഗിച്ചോ സ്കാനിംഗ് യന്ത്രം ഉപയോഗിച്ചോ കണ്ടെത്താവുന്നതല്ല. എന്നാൽ ഇതൊന്നും ഇല്ലാത്തതാണ് എന്നും പറയാനും വയ്യ. ബുദ്ധിയും പ്രാണനും മനസ്സും ഇല്ല എന്ന് ഒരു യുക്തിവാദിയും പറയുകയില്ല. അതായത് ഇതെല്ലാം ഉണ്ട് എന്നുള്ള അനുഭവം നമുക്കുള്ളതാണ്. ആ അനുഭവത്തെയാണ് ഭാനം എന്ന് പറഞ്ഞത്. ഈ അനുഭവങ്ങൾ സ്ഥൂല വസ്തുക്കളെ ആശ്രയിച്ചുണ്ടായതല്ലാത്തതിനാലാണ് ഇതിനെ സൂക്ഷ്മഭാനം എന്ന് പറയുന്നത്. 6-ാമത്തെ ശ്ലോകം: അജ്ഞോഹമിതി യദ്ഭാനം തത്കാരണമുദാഹൃതം അത്രാഹം ഇതി സാമാന്യം വിശേഷോജ്ഞ ഇതി സ്ഫുരത്. ഒന്നും കൂടി: അജ്ഞോഹമിതി യദ്ഭാനം തത്കാരണമുദാഹൃതം അത്രാഹമിതി സാമാന്യം വിശേഷോജ്ഞ ഇതി സ്ഫുരത്. അന്വയം: അഹം അജ്ഞാ ഇതി യദ്ഭാനം തത് കാരണഭാനം ഉദാഹൃതം. അത്ര അഹം ഇതി സ്ഫുരത്ത് സാമാന്യഭാനം തഥാ അജ്ഞാ ഇതി സ്ഫുരത്ത് വിശേഷഭാനം. ഞാൻ ഒന്നും അറിയുന്നില്ല, അങ്ങനെയുള്ള അജ്ഞനാകുന്നു, അറിയാത്ത അജ്ഞനാകുന്നു എന്ന അനുഭവത്തെ കാരണഭാനം എന്ന് പറയുന്നു. ഇതിൽ ഞാൻ എന്നുള്ള അറിവ് സാമാന്യവും
അജ്ഞൻ എന്നുള്ള അറിവ് വിശേഷവുമാകുന്നു. കാരണദേഹമായ അഹങ്കാരത്തിലിരുന്നു കൊണ്ട് ഉള്ള ഭാനമാണ് കാരണഭാനം. അഹങ്കാരത്തെ, അതായത് ഞാൻ എന്ന പ്രത്യേക വ്യക്തിയാണ്, അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന ബോധത്തെ കാരണം എന്ന് പറയുന്നു. ആ ബോധത്തിൽ നിന്നാണ് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, ദേഹം ഇവയെ ആധാരമാക്കി പ്രപഞ്ചദൃശ്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആത്മാവിനെ ജീവാത്മാവും ദേഹിയുമാക്കുന്നത് ഈ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിൽ നിന്നാണ് മായയുടേതായ സർവ്വരൂപങ്ങളും ആവിർഭവിക്കുന്നത്. ഇങ്ങനെ സർവ്വതിനും കാരണവസ്തു ആകയാലാണ് അഹങ്കാരത്തെ കാരണദേഹം ആയി കണക്കാക്കുന്നത്. കാരണദേഹത്തിൽ ഇരിക്കുന്ന ആത്മാവ് മനസ്സ് മുതലായ മറ്റുള്ളതെല്ലാം മറന്ന് സുഷുപ്തിയെ അനുഭവിക്കുമ്പോൾ ബാഹ്യമായതൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് അജ്ഞോഹം, ഞാൻ ഒന്നും അറിയാത്തവനാണ് എന്ന ഭാവത്തിൽ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭാവം അഥവാ അവസ്ഥയെയാണ് കാരണഭാനം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.